ഹായ് നമസ്കാരം, എല്ലാവർക്കും വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചരിത്രത്തിലാദ്യമായി കേരള ടീം രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് പ്രവേശിച്ച ആ ഒരു സന്തോഷ വാർത്തയാണ്. ആവേശം നിറഞ്ഞ, അത്ഭുതങ്ങൾ നിറഞ്ഞ, അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ രഞ്ജി ട്രോഫി സെമി ഫൈനലാണ് കടന്നു കഴിഞ്ഞത് ഗുജറാത്തുമായിട്ട്. 2 തവണ മാത്രം രഞ്ജി ട്രോഫി സെമി ഫൈനൽ കളിച്ചിട്ടുള്ള കേരളം ഇത്തവണത്തെ കറുത്ത കുതിരകളായ ജമ്മു കാശ്മീരിനെതിരെ 1 റൺസിന്റെ അത്ഭുതപ്പെടുത്തുന്ന ലീഡോടെയാണ് ശക്തരായ ഗുജറാത്തിനെ നേരിടാൻ സെമിയിലേക്ക് എത്തിയത്. ആ ശക്തരായ ഗുജറാത്തിനെതിരെ 2 റൺസ് ലീഡ് നേടിക്കൊണ്ട് നാടകീയത എന്ന് പറയണോ, ഇതിനെ അത്ഭുതം എന്ന് പറയണോ, ലോകാത്ഭുതം എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ ഇതുപോലെ ഒരു മത്സരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരള രഞ്ജി ടീം ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഹെൽമറ്റിൽ തട്ടി ഫൈനലിലേക്ക് കയറുന്ന ലോകത്തിലെ ആദ്യ ടീമായിരിക്കും കേരള ടീം. ഷോട്ടിൽ ഫീൽഡ് ചെയ്ത ഫീൽഡറുടെ ഹെൽമറ്റിൽ തട്ടി നേരെ സ്ലിപ്പിൽ ഫീൽഡ് ചെയ്ത സച്ചിൻ ബേബിയുടെ കരങ്ങളിലേക്ക് എത്തുമ്പോൾ അത് വെറും ഒരു അനായാസ ക്യാച്ചായി മാറിയിരുന്നു. ആ ഒരു ബോൾ ഹെൽമറ്റിൽ തട്ടിയില്ലായിരുന്നെങ്കിൽ നേരെ ബൗണ്ടറിയിലേക്ക് പോകേണ്ടിയിരുന്ന ബോൾ, ആ ബൗണ്ടറിയിലൂടെ ഗുജറാത്ത് ഫൈനലിലേക്ക് പോകേണ്ടിയിരുന്ന മത്സരം. അവിടെയാണ് ആ നാടകീയത നിലനിന്നത്. ഒരുപക്ഷെ അനായാസം ഗുജറാത്ത് 5ാം ദിവസമായ ഇന്ന് ലീഡ് നേടി ഫൈനലിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഉറപ്പിച്ചിരുന്നത്. വെറും 28 റൺസ് മാത്രം മതിയായിരുന്നു 3 വിക്കറ്റുകൾ കയ്യിൽ ശേഷിക്കെ. പക്ഷേ കേരളം അവിടെ നിന്ന് തിരിച്ചു വന്നു. ശക്തമായി പൊരുതിക്കൊണ്ട് തന്നെ സച്ചിൻ ബേബി സ്പിന്നർമാരെ പന്തേൽപ്പിച്ചുകൊണ്ട് ആ 3 വിക്കറ്റുകളും പിഴുതെടുത്ത് 2 റൺസിൻ്റെ നാടകീയത, അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന, വീണ്ടും പറയുന്നു, ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് വരുന്നതെങ്കിൽ അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു കേരളത്തിൻ്റെ വരവ് എന്ന് വേണം പറയാൻ. കേരളം ആദ്യ ഇന്നിങ്സിൽ 457 റൺസ് നേടിയത് അസറുദ്ദീൻ്റെ സെഞ്ചുറിയിലൂടെയായിരുന്നെങ്കിൽ ഗുജറാത്ത് 455 എന്ന സ്കോറിലേക്ക് എത്തിയത് പ്രിയങ്ക് പാഞ്ചാലിൻ്റെ സെഞ്ചുറിയിലൂടെയായിരുന്നു. 2ാം ഇന്നിങ്സിന് ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളം 114 റൺസ് എടുക്കുമ്പോഴേക്ക് 4 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. എങ്കിലും കളിയുടെ അവസാന ദിവസമാണ്, അതുകൊണ്ട് തന്നെ റിസൾട്ടിലേക്ക് അത് പോകാൻ പാകത്തിലായിരുന്നില്ല. ഗുജറാത്തിന് ഒരിക്കലും ജയത്തിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കളി നേരത്തെ നിർത്തിവെക്കുകയും ചെയ്തു. ആദ്യ ഇന്നിങ്സിന്റെ 2 റൺസ് ലീഡോടെ കേരളം ചരിത്രത്തിലാദ്യമായി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രഞ്ജി ട്രോഫി ഫൈനലിൽ ആദ്യമായി ഇടം പിടിച്ച കേരള ടീമിന് രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായി തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ഗുഡ് ബൈ.